എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹൈറിച്ച് തട്ടിപ്പ് പറ്റിയാണ് പറയുന്നത്. ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് ആക്രമിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ, പത്രങ്ങളായിക്കോട്ടെ, TV ചാനലുകളായിക്കോട്ടെ, TV ചാനൽ ഇല്ല എന്നല്ല, അവരൊക്കെ വളരെ സൈഡ് ചെയ്തുകൊണ്ടാണ് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും കോടി തട്ടിപ്പ് നടത്തിയിട്ട് ഫ്രണ്ട് പേജിലൊന്നും ഒരു പത്രത്തിലും വന്നില്ല. കാരണം അതിന് കാരണം ഞാൻ പറഞ്ഞു, ഹൈറിച്ചിന്റെ OTTയുടെ ഒക്കെ പരസ്യങ്ങൾ ഇവർ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പൈസകൾ ഒരുപക്ഷെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. പിന്നെ ഹൈറിച്ചിയെ സംബന്ധിച്ചോളം ഇങ്ങനെ പരസ്യം കൊടുക്കുന്നതിലൂടെ ഇതൊരു വലിയൊരു സംഭവമാണെന്ന്, ഒരു സാമൂഹ്യ അംഗീകാരമുള്ള ഒരു സംഭവമാണെന്ന് ജനങ്ങൾക്ക് തോന്നുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. നമ്മൾ വിശ്വസിക്കുന്ന പ്രൈം ആയിരിക്കുന്ന പത്രങ്ങളുണ്ടല്ലോ, ന്യൂസ് ഡെയിലീസ്, മനോരമ, മാതൃഭൂമി പോലെയുള്ള, ദേശാഭിമാനി പോലെയുള്ള അങ്ങനെയുള്ള പാർട്ടി പത്രങ്ങൾ അടക്കമുള്ള, ജന്മഭൂമി അടക്കമുള്ള, ഭീഷൺ അടക്കമുള്ള എല്ലാ പത്രങ്ങളിലും ഇതേപോലെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ വായിക്കുന്ന ജനങ്ങൾ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഈ പരസ്യങ്ങൾ തുടർച്ചയായിട്ട് കാണുമ്പോൾ ഇതൊരു സാമൂഹ്യ അംഗീകാരമുള്ള ഒരു സാധനമാണ്, ഇതിൽ കുഴപ്പമൊന്നുമില്ല, പേപ്പറിലൊക്കെ പരസ്യം വരുന്നതാണ്, ആലുക്കാസ് ജ്വല്ലറി പോലെ, ചെമ്മന്നൂർ ജ്വല്ലറി പോലെ, അതേപോലെയുള്ള ഒരു സാമൂഹ്യ അംഗീകാരം തോന്നിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതിലൂടെ കൂടുതൽ ആൾക്കാരുടെ വിശ്വസ്ത ആർജിക്കുകയും കൂടുതൽ ഡിപ്പോസിറ്റുകൾ ഇതിലേക്ക് വരുത്തുകയും ചെയ്യാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലയാൾക്ക് മറന്നു പോകുന്നതാണ് പറയുന്നത്. കാരണം ഇത് പറയേണ്ടതുണ്ട്. ഈ ഒരു സാധനം ഇപ്പോ ബ്ലോക്കായി കിടക്കാണ്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്? ഇതിൽ കിട്ടുന്ന പൈസ, ഒരാളുടെ അടുത്ത് കിട്ടുന്ന, അവർക്ക് കിട്ടുന്ന വരുമാനം എല്ലാം തന്നെ അതിന്റെ 80% ഇതിലെ അംഗങ്ങൾക്കിടയിൽ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ചോളം ആസ്തി എന്ന് പറയുന്നത് ഈ ഡിപ്പോസിറ്ററിന്റെ ചെറിയൊരു 20% മാത്രമേ, ടോട്ടൽ ഡിപ്പോസിറ്റ് എത്രയുണ്ടോ 20% മാത്രമേ ആസ്തി കടക്കുള്ളൂ. കാരണം 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 80 രൂപ അംഗങ്ങൾക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ അവരെ ആവേശഭരിതമാക്കിക്കൊണ്ട് കൂടുതൽ ആൾക്കാരെ അതിലേക്ക് വലിച്ചിഴക്കുകയും അവരെ അതിലെ ട്രാപ്പിൽ ഉൾപ്പെടുത്തിയും അവർക്കും ഇതുപോലെയുള്ള റൊട്ടി കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുക്കും. ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ 3 കൊല്ലം കൊണ്ട് 5 കൊല്ലം കൊണ്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇങ്ങനെ കുറെ ആൾക്കാർ ചേർക്കുമ്പോൾ അത് സ്ലോലി അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഒരു കമ്പനീനെ ഗവൺമെന്റ് ബാൻ ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ ഈ മൊത്തം ഡിപ്പോസിറ്റ് അതിൽ വന്നതിന്റെ ഒരു 20% മാത്രമേ അവരെടുത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് വിഭജിച്ചു പോയി എന്നുള്ളത്. പിന്നെ പല പെരുപ്പിച്ച കണക്കുകളും വെച്ചുകൊണ്ടാണ് ഇവർ കസ്റ്റമറെ പിടിച്ചു നിർത്തുന്നത്. അവരുടെ അവകാശവാദ പ്രകാരം ഹൈറിച്ചിന് കേരളത്തിൽ 1,69,00,000 ആൾക്കാരുണ്ട് എന്നാണ്. ഇതിങ്ങനെ ഓരോ ആഴ്ചയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ലക്ഷങ്ങൾ കൂട്ടിക്കൊണ്ട് പൊങ്ങച്ചം പറയാണ്. 1,69,00,000 ആൾക്കാരുള്ള, സ്വാധീനമുള്ള, അവരുടെ അത്താണിയായിരിക്കുന്ന, അവർക്ക് സുഖസൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു മഹാവ്യക്തിയാണ് നമ്മുടെ പ്രതാപൻ ദൈവം എന്നും, ആ പ്രതാപൻ ദൈവം അടുത്ത കേരളത്തിനെ ഒരു കോടീശ്വര രാജ്യമാക്കി മാറ്റും എന്നൊക്കെയാണ് ഇവരുടെ സങ്കല്പ ഭാവനകൾ. യഥാർത്ഥത്തിൽ ഈ പറയുന്ന കണക്കുകൾ തന്നെ തെറ്റാണ്. ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 70,000 ആൾക്കാർ മാത്രമേ ഈ സംഭവത്തിൽ ചേർന്നിട്ടുള്ളൂ. പിന്നെ ഈ എണ്ണം എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. പയ്യന്നൂരുള്ള ഒരു ഡോക്ടറെ പറ്റി പറഞ്ഞു. ഈ ഡോക്ടർ 3,60,00,000 ഇതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തത്. ഈ 3,60,00,000 ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇവരുടെ 10,000 ഒരു പ്ലാനിലാണെങ്കിൽ 10,000 ഓരോ ഐഡികളാണ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 3,600 ID ഈ ഒരാൾ ചേർന്നപ്പോൾ ഇവിടെ ഉണ്ടാകുന്നു. ഇനി ഇത് OTTയിലാണെങ്കിൽ 5 ലക്ഷം വെച്ചിട്ടാണ് ഒരു OTTന് കൊടുക്കുക. ഇതേപോലെയുള്ള ഐഡിയുടെ എണ്ണമാണ്. തുടക്കത്തിലുള്ള പല ആൾക്കാരും ഇതിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. കാരണം കുറച്ചൊക്കെ തലയിൽ ബുദ്ധിയുള്ള ആൾക്കാർ മണി ചെയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഇത് തുടക്കത്തിൽ തന്നെ ഇത് മണി ചെയിനിലേക്ക് പോകുന്ന അവസരത്തിൽ പല ആൾക്കാർ ഇതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിലും അവരുടെ ഐഡികളായിട്ട് തന്നെ എണ്ണത്തിലുണ്ട്. അപ്പൊ ആ ഐഡികൾ, തുടക്കം മുതലുള്ള ഐഡികൾ വെച്ചുകൊണ്ടാണ് ഇവര് പറഞ്ഞു വരുന്നത്, ആകെപ്പാടെ 3.3 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ 1.69 കോടി ആൾക്കാർ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും ഹൈറിച്ചിൽ അംഗത്വം എടുത്തു എന്നർത്ഥം. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഈ കണക്കുകളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. 1 ലക്ഷം ചേർന്ന ഒരാൾക്ക് 10 ഐഡികൾ ഉണ്ടാവും. അപ്പോൾ അയാളുടെ കണക്കിൽ 10 ആൾ ചേർന്നു എന്നാണ് ഇവരുടെ കണക്ക്. അങ്ങനെ ഇങ്ങനെ പെരുപ്പിച്ച കണക്കുകൾ കാട്ടിക്കൊണ്ട് ഇത്രയും ജനകീയമാണ്. 8 വർഷമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് 8 വർഷമല്ല, 20 വർഷം നിന്ന് തട്ടിപ്പ് സ്ഥാനങ്ങളെ പുറത്ത് വന്നിട്ടുണ്ട്. അവർ തട്ടിപ്പ് നടത്തിയിട്ട് പോയിട്ടുണ്ട്. ഇതിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇവരുടെ നെറ്റ് ട്രാഫിക് പരിശോധിക്കുമ്പോൾ അതിൽ 20,000 ആൾക്കാർ മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുള്ളൂ. അങ്ങനെ ഡെയിലി നെറ്റ് ട്രാഫിക്കിൽ അങ്ങനെ കാണുന്നുള്ളൂ. ഇതിൽ ഇത്ര ആൾക്കാരൊക്കെ ഉള്ളൂ. ഈ ആൾക്കാർ ഇങ്ങനെ കുറെ ഐഡിയ ഒക്കെ ഇങ്ങനെ പെരുപ്പിച്ച് ഒരാളെ ഇങ്ങനെ ചേർക്കുന്നതനുസരിച്ച് 1 ലക്ഷം ഇട്ടുവാന് 10 ID കൊടുക്കുന്നു. അപ്പം 10 അയാളെ 10 ID കണക്കാക്കി. അങ്ങനെയാണ് ഇതിന്റെ സ്ഥിതിഗതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ജനകീയമൊന്നുമല്ല ഇത്. പറയുന്ന 70,000 അല്ലെങ്കിൽ 75,000 ആൾക്കാർ മാത്രമേ ഇതിൽ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയൊക്കെ ID പെരുപ്പിച്ച കണക്കുകളാണിത്. അതായത് ഒരാൾക്ക് 1 ലക്ഷം ഇട്ടാൾക്ക് 10 ID കൊടുക്കുമ്പോൾ അയാളെ 10 ആയിട്ട് കാണുന്നു. അങ്ങനെ വരുന്ന സാധനം മാത്രമാണ് ഇത്. പിന്നെ തട്ടിപ്പുകാരുടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്, അവരൊക്കെ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ നല്ല സൗമ്യനായിരിക്കും,
സൗമ്യനായിരിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രതാപൻ ദൈവം. അദ്ദേഹം സൗമ്യനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. എത്ര ആത്മവിശ്വാസത്തോടെ എത്ര സ്നേഹത്തോടു കൂടിയാണ് അവരൊക്കെ സംസാരിക്കുന്നത്. പിന്നെ സ്ത്രീകളെ ഇറക്കിയിട്ട് കഴിക്കും. ഇദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീന പ്രതാപൻ. പ്രസംഗമൊക്കെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ്. ഇതുവരെ ഹൈറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരാത്തയുണ്ടോ? ഇല്ല മേഡം അങ്ങനെ പറയും. അപ്പം തീർച്ചയായും ഹൈറിച്ചിൽ നിങ്ങളെ വിശ്വസിക്കൂലേ? അതേ മേഡം. അപ്പൊ ഇതേപോലെയുള്ള ചാറ്റിംഗ് ഇന്ററാക്റ്റിലൂടെ ആണ് പറയുന്നത്. OTTയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ കണ്ടിരുന്നു. OTT നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾക്ക് നിക്ഷേപിക്കുന്നതിന്റെ 10 മടങ്ങാണ് കിട്ടുന്നത്. 5 × 10 എത്രയാണ്? അങ്ങനെ പറയുന്നത് 50 ലക്ഷം. എന്നാ നിങ്ങൾ അത് മാത്രം വിചാരിക്കണ്ട. ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ ലാഭം അതെന്താണ് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളുടെ വാളറ്റ് ആദ്യത്തെ ചേർത്തപ്പോൾ എത്രയായിരുന്നു കിട്ടിയത്? ഞാൻ പറയും ഇത്ര കിട്ടിയെന്ന് പറയും. അതിൽ കൂടിയിട്ടില്ലേ? ആ കൂടിയിട്ടുണ്ട് മാഡം. ഇപ്പം ചോദിക്കുകയാണ്, അപ്പൊ എങ്ങനെയാ കൂടുന്നത് നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ ബിസിനസ് കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റും കൂടുന്നു. ആ അതാണ് കാര്യം അല്ലേ എന്ന് വെച്ചിട്ട് ഇതേപോലെ കുറെ ഇന്ററാക്ഷൻ. അപ്പം പറയാണ് ഈ OTTയിൽ 50 ലക്ഷം അല്ല, നിങ്ങൾക്ക് 55 ലക്ഷം വരെ കിട്ടാം. നിങ്ങളുടെ ബിസിനസ് കൂടുന്നതനുസരിച്ചിട്ട് ആ കിട്ടുന്ന ലാഭം ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ട, നമ്മളിങ്ങനെ ആൾക്കാരെ സർവ് ചെയ്യല്ലേ. അങ്ങനെ 18 ലെവലിൽ ഇൻകം നിങ്ങൾക്ക് കിട്ടുന്ന പറയുന്നത്. നിങ്ങളുടെ താഴെയുള്ള ശക്തി അനുസരിച്ചിട്ട് 18 ലെവൽ ഇൻകം നിങ്ങൾക്ക് കിട്ടിയിട്ട് അത് 55 ലക്ഷം വരെ ആവാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതേപോലെ ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പിന്നെ പറയാണ്, നിങ്ങൾ ഇന്നു മുതൽ വർക്ക് തുടങ്ങില്ലേ, വാട്സപ്പ് ഗ്രൂപ്പിൽ സജീവമാവില്ലേ? അതേ മേഡം എന്ന് പറയാണ് അടിമകള്. അപ്പൊ ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ 55 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞ് നിങ്ങളെയൊക്കെ ചാർജ് ചെയ്തു, PTM ഒക്കെ ആയിട്ട് വിട്ടു. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആക്റ്റീവ് ആവൂ, നിങ്ങൾ ബിസിനസ് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 55 ലക്ഷത്തിനും കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പൈസ ഇടിക്കുകയും ഇതുവരെയുള്ള ആർക്കും കിട്ടാതെ ഉണ്ടാവും, ആർക്കും ഇല്ല എന്നെല്ലാം പറയും. ഇങ്ങനെയാണ് അവര് പറ്റിക്കുന്നത്. പിന്നെ സ്ത്രീയെ വെച്ചിട്ടാണ് കളിക്കുന്നത്. നമ്മളൊരു സ്ത്രീ പറയുമ്പോൾ അത് ശരിയാണെന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്ക് ഒരിക്കലും പാടില്ല. നമ്മുടെ മുമ്പിൽ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. സരിത S. നായർ ഉണ്ട്, കഷായം ഗ്രീഷ്മയുണ്ട്, സ്വപ്ന സുരേഷ് ഉണ്ട്. ഇനി ആ ലിസ്റ്റിൽ ഒരാൾ കൂടി വരും എന്നാണ് ശ്രീന പ്രതാപൻ, ഹൈറിച്ച് CEO. നമുക്ക് കാണാം ഇവർ അറസ്റ്റിലാവുന്നുള്ള 100% ഉറപ്പ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്ര ആൾക്കാരെ പറ്റിച്ചതിന്റെ മുഖ്യ തലപ്പത്ത് നിൽക്കുന്ന ആളെ മറ്റൊരു വാക്കുകൾ ഉപയോഗിച്ചിട്ട് അതിസംബോധന ചെയ്യാൻ പറ്റില്ല. കള്ളൻ, അത് മാത്രം, വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല പറയാൻ. ഈ കള്ളന്മാർ, ഈ ശ്രീന പ്രതാപനാണെങ്കിലും ഇവരൊക്കെ കള്ളനാണ്. കക്കുന്ന ആളെ പിന്നെ കള്ളനല്ലാണ്ട് പിന്നെ സത്യഭാമ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണത്. അവരൊക്കെ അറസ്റ്റിലാവും. അപ്പൊ ഈ പറയുന്ന പേരിന്റെ കൂടെ ഈ ശ്രീന പ്രതാപനും വരും. ഇതൊക്കെ പറയുമ്പോൾ ഇതിനെ കൊണ്ടുള്ള സാമൂഹ്യ വിപത്തുകൾ ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ ഇതിനെ വീക്ഷിക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ ഇതില് ഇവരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ ഫണ്ട് വരെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പറമ്പ് വിറ്റ പൈസ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ലോൺ എടുത്ത തറ കെട്ടാൻ വേണ്ടിയിട്ടുള്ള 5 ലക്ഷം ഹൈറിച്ചിന്റെ OTTയിലിട്ട ഒരു വ്യക്തി എനിക്കറിയാം. അദ്ദേഹം എന്താ ചിന്തിച്ചത്? ഇവരുടെ വാക്കുകൾ കൊണ്ട്, ഇവരുടെ ഓഫറുകൾ കൊണ്ട് അദ്ദേഹം ചിന്തിച്ചത് ഈ 5 ലക്ഷം കൊണ്ട് എനിക്ക് തറ കെട്ടാൻ മാത്രമേ പറ്റൂ. ഏകദേശം 3 വർഷം കൊണ്ട് അത് 55 ലക്ഷമായി കഴിഞ്ഞാൽ എനിക്ക് തറ മാത്രമല്ല മനോഹരമായ ഒരു വീടും എടുക്കുക എന്നുള്ള ഒരു ചിന്തയിൽ ഇവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട്, ഇവരുടെ തട്ടിപ്പിൽ പെട്ടുകൊണ്ട് അദ്ദേഹം വിട്ടു. അങ്ങനെ ഇതേപോലെ നിക്ഷേപിച്ച ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം എല്ലാം തന്നെ ഇവന്മാരെ അടിച്ചു മാറ്റി. ഇന്ന് പല ആൾക്കാരും, ഇതിന്റെ മേലെ നിൽക്കുന്ന പല ആൾക്കാരും കാറൊക്കെ എടുത്ത് നാട്ടിൽ വിലസുകയാണ്. ആരാന്റെ പൈസയും കട്ടുകൊണ്ട് കാർ എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്യണം. ജനങ്ങൾ അതിനെ സംഘടിക്കണം. അവരുടെ കാറും സ്വത്തും അടക്കം നമ്മൾ പിടിച്ചെടുത്തുകൊണ്ട് ഇത്തരം ആൾക്കാർക്ക് കൊടുക്കണം. അതിന്റെ നിയമ നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംഭവം തട്ടിപ്പാണെന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യമായി തുടങ്ങി. എന്റെയൊക്കെ വീഡിയോയുടെ അടിയിൽ വന്ന് തെറി വിളിക്കുന്ന ആൾക്കാരുടെ പലതും കുറഞ്ഞു കഴിഞ്ഞു. ജയ് ഹൈറിച്ച് മണ്ടന്മാരും കുറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ വീഡിയോയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജയ് ഹൈറിച്ച് മണ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോ അതൊക്കെ മാറിക്കഴിഞ്ഞു. ആൾക്കാർക്ക് ബുദ്ധി വൈകിട്ടാണെങ്കിലും ചെറിയ ബുദ്ധിയിൽ ചെറിയ ചില സംശയങ്ങൾ മാത്രം വന്നു തുടങ്ങി. ആ സംശയം കൃത്യമായിട്ടും ഈ ശ്രീന പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ സംശയം പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ കളികളൊക്കെ മാറും. അന്നേരമാണ് ഈ പൈസ നഷ്ടപ്പെട്ടവര് സംഘടിക്കുകയും ഇത്തരത്തിലുള്ള ഏജന്റുകളെ ഇവരെയൊക്കെ പിഴിഞ്ഞ് കൂട്ടിവെച്ച പണവും അവരുടെ ആർഭാട കാറും ആർഭാട വീടും ഒക്കെ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ വരും. പൈസ നഷ്ടപ്പെട്ട ആളെ സംബന്ധിച്ചോളം പൈസ തിരിച്ചു പിടിക്കാന്നുള്ള പ്രധാനം തന്നെയാണ്. എന്ത് വില കൊടുത്തവരത് ചെയ്യുന്നതല്ലാണ്. പിന്നെ ഇത്തരം കള്ളന്മാരെ നാട്ടുകാർ സഹായിക്കില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം നാട്ടുകാരും അതേപോലെയുള്ള വ്യക്തികളാണ്, അധ്വാനിക്കുന്ന വ്യക്തിയാണ്. യാതൊരു അധ്വാനവും ഇല്ലാതെ ഒന്നും ചെയ്യാതെ തന്നെ പാന്റും സൂട്ടും ഒക്കെ ഇട്ട് നടക്കാൻ മാത്രം അറിയുന്ന ആൾക്കാർ, ഇവർ മറ്റുള്ളവരെ അധ്വാനിച്ച പണം തട്ടിപ്പറിച്ചുകൊണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് അവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും
ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും ചിന്തിക്കുന്നത് ഗവൺമെന്റ് ബാൻ ചെയ്തുകൊണ്ടാണ് ഇത് പൈസ കിട്ടാത്തത്, ഹൈറിച്ചിന്റെ ഭാഗത്ത് തട്ടിപ്പൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതുവരെ അക്കൗണ്ട് മരവിപ്പിച്ച ആ സമയം വരെ ഞങ്ങൾക്ക് പൈസ കൃത്യമായിട്ട് കിട്ടിയിരുന്നു, ഇതുവരെ പൈസ ഒക്കെ പറഞ്ഞ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്, യാതൊരു തട്ടിപ്പും അക്കാര്യത്തിൽ അവർ ഓഫർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു തട്ടിപ്പും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ. ഞാനത് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ, അതുകൊണ്ടാണ് പറയേണ്ടത്. ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഇതൊന്നും തലേ കയറുന്നില്ല, അതാണ് പ്രശ്നം. പിന്നെ തലേ കയറുന്ന ആളാണെങ്കിൽ അവർ ചേരില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടി പറയാതെ എന്തായാലും, അതിപ്പോ സാധാരണഗതിയിൽ നമ്മൾ ഈ മണി ചെയിൻ തട്ടിപ്പിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ജനങ്ങളിൽ നിന്ന് പൈസ എങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് അത് കൃത്യമായി കൊടുക്കുകയും, ഈ കളക്ട് ചെയ്യുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞു അവരിൽ എത്തുന്ന പൈസ, ആ പൈസ ഇങ്ങനെ കൂടി വരും. കാരണം നിരന്തരം ആൾക്കാർ ഇങ്ങനെ ചേർന്നുകൊണ്ട് ഒരു ഡിപ്പോസിറ്റ് കൂടി വരുന്നു. നമുക്കൊരു ഗ്രാഫായിട്ട് അതിനെ കണക്കി കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഇങ്ങനെ ഉയരുന്നത് കാണാം. പക്ഷെ ഇതിൽ ചേരുന്ന ആൾക്കാർ, ഒരുവിധം ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കുള്ള ട്രാഫിക് കുറയും, അതായത് അവർക്ക് കിട്ടുന്ന വരുമാനം കുറയും. അന്നേരം അതിൽ വരുന്ന ഡിപ്പോസിറ്റ് കുറഞ്ഞു വരും. 1500 കോടി ഉള്ളത് 1400ലേക്കും പിന്നെ അത് 1350 ഇങ്ങനെ വരികയാണെങ്കിൽ ഡിപ്പോസിറ്റ് നമുക്ക് കുറയാണെന്ന് മനസ്സിലാവും. കുറയുന്ന ഒരു അവസരത്തിൽ ആണ് മിക്കവാറും മണി ചെയിൻ തട്ടിപ്പുകാർ അവിടെ നിർത്തിയിട്ട് അവർ സുരക്ഷിതമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ സമ്പത്തുമായിട്ട് അവരുടെ ബാങ്കിലെ ഡിപ്പോസിറ്റുകളും അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിലൊക്കെ നിശ്ചയിച്ച നിക്ഷേപങ്ങളൊക്കെ ആയിട്ട് അതിനെ സേഫ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവർ അങ്ങോട്ട് മുങ്ങും. അപ്പൊ എന്താണ് സംഭവിക്കുക, ഇതിൽ ചേർത്തിരിക്കുന്ന ആൾക്കാർക്കുള്ള വരുമാനം ഇവിടെ നിൽക്കും, പൈസ കൊടുത്തവർക്ക് പൈസ കിട്ടാതെ വരികയും ചെയ്യും. ഇതിൽ അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവർ കറക്റ്റായിട്ട് കൊടുക്കുന്നത് കൊണ്ട് അത് ശരിയെന്നുള്ള അർത്ഥമേ ഇല്ല. ഈ മണി ചെയിൻ തന്നെ തട്ടിപ്പാണ്. കാരണം ഇത് ചെയ്യുന്നത് ജനങ്ങളിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ ചായ ചേർത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് എറിയാം. ഇവിടെ വേറൊന്നും തന്നെ അധ്വാനമോ ഒരു പ്രൊഡക്റ്റും ഇല്ല എന്നുള്ളതാണ്. മറയാക്കാൻ വേണ്ടി ഹൈറിച്ച് ചില സൂപ്പർ മാർക്കറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചായപ്പൊടി വിറ്റാലൊന്നും ഈ കോടിക്കണക്കിന് ലാഭം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഇത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരാളുടെ പൈസ എടുത്തിട്ട് മറ്റേ ആൾക്ക് കൊടുക്കുകയാണ്, പിന്നെ വരുന്ന ആളുടെ പൈസ എടുത്ത് അയാൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കിട്ടിയ പണം എന്ന് പറയുന്നത് താഴെ നിങ്ങൾ ചേർത്ത ഒരാളുടെ പൈസയാണ്, ഒരാൾക്ക് നഷ്ടപ്പെടുന്ന പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അയാൾക്ക് ഒരു പക്ഷേ ആ പൈസ കിട്ടാനുള്ള ഒരു ടൈമിനുള്ളിൽ ഈ ഒരു സിസ്റ്റം അവർ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ താഴെയുള്ളവർക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അവരുടെ അടുത്തുള്ള പൈസ കിട്ടുന്നത് നിങ്ങൾക്കാണ്. അതാണ് ഇത് ബാൻ ചെയ്തതാണ്. കാരണം അൺറെഗുലേറ്റഡ്, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള മണി ചെയിൻ ബിസിനസ് ആണിത്. സാമ്പത്തിക വിനിയോഗമാണ്. RBIന്റെ നിർദ്ദേശപ്രകാരമില്ല, സമ്പത്തിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായ രാജ്യത്തിന് മാനദണ്ഡങ്ങളുണ്ട്. അതിന് വിപരീതമായിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യമായതുകൊണ്ടാണ് ഇത് തെറ്റാണെന്ന് പറയുന്നത്. അത് നിങ്ങൾ പൊട്ടിയാൽ ശരി, പൊട്ടിയിട്ടില്ലെങ്കിൽ ശരി, ഇത് തെറ്റാണ്. ഇത് തുടക്കം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്. ഇതിനെ ഗവൺമെന്റ് സിസ്റ്റത്തിന് അടിച്ചമർത്താനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത വൈകിയെങ്കിൽ അവർ ചെയ്തല്ലോ.